ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നാണ് ജൂലൈ 9 നമ്മുടെ ചമ്പക്കുളം മൂലം ജലോത്സവം. അപ്പം എല്ലാ കൊല്ലങ്ങളും കളി നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും എല്ലാ ടീമുകളും ക്ലബ്ബുകളും അതായത് ടീം കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചമ്പക്കുളം മൂലം വള്ളംകളിയെ കാണുന്നത്. പക്ഷേ ഈ വർഷം അങ്ങനല്ല, കഥകൾ മൊത്തം മാറി. അതായത് ഈ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടീമുകളും അവിടെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതായത് എല്ലാവരും 5, 6, 7 ട്രയൽ എടുത്തിട്ടാണ് വരുന്നത്. അപ്പം ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടായി. നമ്മുടെ കുറച്ച് കൂട്ടുകാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും വീഡിയോ എടുക്കുന്നതിൽ അവരുമായിട്ട് സംസാരിച്ച് അങ്ങനെ അങ്ങ് പോയി. അപ്പം എല്ലാവരും ജയിക്കാൻ വേണ്ടിയാണ് മൂലത്തിന് വരുന്നത്. ഇത്തവണ 6, 7 ട്രയൽ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ന് മൂലം കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീപ്പാറും. അതായത് ഫസ്റ്റ് ഹീറ്റ്സ്, സെക്കൻഡ് ഹീറ്റ്സ്, തേർഡ് ഹീറ്റ്സ്, അതിൽ ഫൈനല്. ഇന്ന് ആര് ജയിക്കും, ആര് തോക്കും, അതേപോലെ ആര് വാഴും, ആര് വീഴും, ഇതെല്ലാം ഇന്ന് മൊത്തം ടെസ്റ്റോട് കൂടി ടെസ്റ്റായിരിക്കും. അപ്പോൾ ഇന്നലെ പോയി ട്രാക്ക് കണ്ട് അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തി. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു അന്തരീക്ഷമാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. പിന്നെ ആകെ ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളി കാണാൻ വേണ്ടി വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ദേശീയ പണിമുടക്കാണ്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് വരുന്നവർക്ക് കുറച്ച് ട്രാവലിങ്ങിൻ്റെ ആയിട്ടുള്ള ഒരു പ്രശ്നം വരും. എങ്കിലും കുട്ടനാട്ടുകാർക്കൊന്നും ഈ ദേശീയ പണിമുടക്കൊന്നും ഒരു പ്രശ്നമല്ല. കാരണം എല്ലാവരും വള്ളത്തിലും കാര്യങ്ങളൊക്കെയാണ് പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നേരെ ചമ്പക്കുളത്ത് മൂലം ജലോത്സവം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അപ്പം വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരിയുടെ എല്ലാ ഫാൻസുകാർക്കും അതേപോലെ തന്നെ വള്ളംകളി പ്രേമികൾക്കും, അതായത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് നല്ലൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹം തേടാൻ വേണ്ടി ഇപ്പം ഞങ്ങൾ പനക്കാമ്പലത്തിൽ പോയി. ഇനി നമ്മൾ പോകുന്നത് എളങ്ക അമ്പലത്തിലേക്കാണ്. അപ്പം എല്ലാ അനുഗ്രഹവും എല്ലാവരുടെയും മാതാപിതാക്കളുടെ എല്ലാവരുടെ അനുഗ്രഹവും നമുക്കിന്ന് കൂടിയേ തീരത്തുള്ളൂ. അപ്പം ഇന്നൊരു നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പം നമുക്ക് ചമ്പക്കുളത്തെ മൂലം ജലോത്സവത്തിൻ്റെ കാഴ്ചകളിലേക്ക് മടങ്ങാം. ഓക്കെ, ബൈ. ഇവിടാണ് ചമ്പക്കുളം വള്ളംകളി നടക്കുന്നത്. ഈ കാണുന്നതാണ് ഫിനിഷിംഗ് പോയിൻ്റ്. ഏകദേശം ആ ഒരു വളവ് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് മാറ്റിയാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് വരുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ട്രാക്കിൻ്റെ ചെറിയൊരു ആനുകൂല്യമുണ്ട്. നല്ല ട്രാക്ക് കിട്ടുന്നവർ ജയിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് വളവുണ്ട്. 3 വളവ് നിവർത്തി വരാൻ നേരത്ത് ട്രാക്കിൻ്റെ ആർക്കാണ് ആനുകൂല്യം അവർ ജയിക്കാനാണ് പതിവ്. അങ്ങനെ നമ്മൾ ചമ്പക്കുളം ക്യാമ്പിലെത്തി. നമ്മുടെ ജലരാജാവ് പോരിന് തയ്യാറായിട്ടുള്ള കിടപ്പിലാണ്. നമ്മുടെ ഹീറ്റ്സ് 2ാം ഹീറ്റ്സാണ്. 1ാം ഹീറ്റ്സിൽ മത്സരിക്കുന്നത് ചെറുതനച്ചുണ്ടനാണ്. അതിൽ തുഴയുന്നത് PBC പള്ളാതുരുത്തിയാണ്. 2ാമത്തേതായിട്ടുള്ള വള്ളം നടുഭാഗമാണ്. അതിനകത്ത് തുഴയുന്നത് PBC പുന്നോടയാണ്, പുന്നോട ബോട്ട് ക്ലബ്. 2ാമത്തെ ഹീറ്റ്സിൽ 1ാം ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടിയാണ്. ആയാപറമ്പ് പാണ്ടി തുഴയുന്നത് UBC കൈനേരിയാണ്, യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനേരി. 2ാം ട്രാക്കിൽ ചമ്പക്കുളം ചുണ്ടൻ തുഴയുന്നത് ചമ്പക്കുളം ബോട്ട് ക്ലബ്ബാണ്, അതായത് VBC കൈനേരി. 3ാമത്തെ ഹീറ്റ്സിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചിയാണ്. ആയാപറമ്പ് വലിയ ദിവാഞ്ചി തുഴയുന്നത് NBC ആണ്, നിരണം ബോട്ട് ക്ലബ്ബ്. ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയ നമ്പർ 2ആണ്. അതേപോലെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ ഉടയാടകളും മാലകളും എല്ലാം നമ്മുടെ 1ാം പങ്കായമായ നമ്മുടെ സ്വന്തം വില്ലേജിൻ്റെ സ്വന്തം രാജീവേട്ടൻ നമ്മുടെ ജലരാജാവിനെ അണിയിക്കുകയാണ്. ഇനിയിപ്പം ചെറിയൊരു ടീം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ JC വിതരണം, അങ്ങനെയുള്ള ചെറിയ ചടങ്ങുകളൊക്കെയാണ്. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സ്വന്തം വില്ലേജിൻ്റെ സെക്രട്ടറി വിജയപ്പാച്ചനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസാണ് വള്ളംകളിയിൽ ഉള്ളത്. വിജയപ്പാച്ചൻ പണ്ട് UBC കൈനേരിയുടെ സെക്രട്ടറി ആയിരുന്നു, യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനേരിയുടെ സെക്രട്ടറി ആയിരുന്നു. അന്ന് 2ഓ 3ഓ പ്രാവശ്യം ട്രോഫിയും നേടിയിട്ടുണ്ട്. ഇപ്പം വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരിയുടെ കൂടെയാണ്. അപ്പം അച്ഛനുള്ള എക്സ്പീരിയൻസും മറ്റ് കാര്യങ്ങളും നമ്മുടെ തുഴച്ചിൽക്കാർക്കുള്ള പുതിയ തലമുറയോട് ഷെയർ ചെയ്യുകയാണ്. അച്ഛൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം. ഇതാണ് നമ്മുടെ സജു അണ്ണൻ, വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരിയുടെ ഈ വർഷത്തെ പ്രസിഡൻ്റാണ്. 1984 വില്ലേജ് ബോട്ട് ക്ലബ് രൂപം കൊള്ളുന്നത്.
85-ലും 86-ലും 87-ൽ ഹാർട്ടിങ്ങിന് പോയപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ഹാർട്ടിങ് നഷ്ടപ്പെടുകയും പിന്നീട് വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരി കുറേ വർഷത്തേക്ക് പങ്കെടുക്കാതിരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കുറേ വർഷക്കാലത്തിന് ശേഷം 2022-ൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരി വീണ്ടും മത്സരത്തിനെത്തുന്നത് ആനാരിച്ചുണ്ടനിലാണ്. അന്ന് 9-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായിട്ട് വന്നു. പിന്നീട് 2023-ൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരി നെഹ്റു ട്രോഫിക്ക് ജലചക്രവർത്തി കാരിച്ചാൽ ചുണ്ടനിലാണ് എത്തിയിരുന്നത്. അന്ന് 6-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായിട്ട് വന്നു. പിന്നീട് 2024-ൽ വിയപുരം പുത്തൻചുണ്ടനിലാണ് BBC കൈനേരി നെഹ്റു ട്രോഫിക്ക് എത്തുന്നത്. അന്ന് ഒരേപോലെ PBCയും BBCയും ഫിനിഷ് ചെയ്തെങ്കിലും ഒരേ ടൈമിൽ ഫിനിഷ് ചെയ്തെങ്കിലും അന്ന് സംഘാടക സമിതിയുടെ മില്ലി മൈക്രോ സെക്കൻഡിൻ്റെ പേരിൽ ട്രോഫി നഷ്ടപ്പെടുകയായിരുന്നു. ഇപ്പോഴും ആ കേസ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സംസാരിക്കുന്നതാണ് നമ്മുടെ സ്വന്തം ബൈചേട്ടൻ, നമ്മുടെ വള്ളത്തിൻ്റെ ലീഡിങ് ക്യാപ്റ്റൻ. തൊട്ടടുത്തിരിക്കുന്നത് ചാക്കോ സാറ്. ചാക്കോ സാറിൻ്റെ കോച്ചിങ്ങിലാണ് നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരിയുടെ എല്ലാ തൊഴിൽക്കാരനും പരിശീലനം നടത്തുന്നത്. rice, this fish curry, inji curry. Kalau saya dapat orang lah. Kalau mana ini kalau mana lagi? അങ്ങനെ നമ്മുടെ പിള്ളേർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ക്യാമ്പിലേക്ക് 2 വിശിഷ്ട അതിഥികളെ എത്തുന്നത്. പ്രമോദ് വെളിയനാട്. എങ്കിൽ പിന്നെ 2 ബൈറ്റ് ചേട്ടൻ്റെ എടുക്കലെന്ന് വിചാരിച്ച് ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. വീഡിയോ രണ്ട് വാക്കുകൾ പറ. അതായത് വള്ളംകളിയെ കുറിച്ച് എന്തായാലും അറിയാലോ, ക്ലബിനെ പറയണമെന്നില്ല. വള്ളംകളിയെ കുറിച്ച് ഈ സംഭവത്തിന് മുന്നിൽ ഒരു സംഭവം ഉണ്ട്, അടുത്ത സംഭവം ഉണ്ട്. അത് ഞാൻ പറയാം. 2 വാക്ക്. വളരെ സന്തോഷം. ഇന്ന് ചമ്പക്കുളം മൂലം ജലോത്സവമാണ്. നമ്മൾ കുട്ടനാട്ടുകാരുടെ, മലയാളികളുടെ, കേരളീയരുടെ, വള്ളംകളിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും സ്നേഹമുള്ള ഒരു വലിയ സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. അത് ഇന്ന് മത്സരിക്കാൻ വരുന്ന 5 ചുണ്ടൻവള്ളങ്ങളാണ്. 5ലെയും തുഴച്ചിക്കാർ എൻ്റെ പ്രിയപ്പെട്ടവരാണ്. കാരണം കുട്ടനാട്ടുകാരാണ്, പിന്നെ സഹോദരങ്ങളാണ്, എനിക്ക് ഏറ്റവും അടുത്ത് ഹൃദയവുമായി ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചമ്പക്കുളം ചുണ്ടിൻ്റെ അടുത്താണ്. എല്ലാ ടീമുകൾക്കും, ഇവർക്കും എല്ലാവർക്കും ഇവിടെ മത്സരിച്ച് സത്യസന്ധമായൊരു മത്സരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സ്നേഹത്തോടെ പറയാണ്, കെട്ടിപ്പിടിച്ചുള്ള മത്സരമല്ല, തുഴഞ്ഞു ജയിക്കുന്ന ഒരു മത്സരം ഉണ്ടാകട്ടെ എന്ന് ഹൃദയത്തോടെ ആശംസിക്കുന്നു. കാരണം ഈ 2 കരകളിലും വന്ന് കാണാൻ നിൽക്കുന്നവർ എത്രയോ മണിക്കൂറുകളായി നിൽക്കുന്നത്. അവരൊരു നല്ല കളി കാണാൻ വന്നിരിക്കും. അപ്പോൾ അവർക്ക് അവർ നല്ല കളി കാണിച്ചു കൊടുക്കുക, അല്ലാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ലിപ്ലോക്ക് കൊടുത്ത് പോകുന്ന വള്ളംകളി ആകരുത് എന്ന് വിനീതമായി പങ്കായക്കാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ഒരാൾ നമ്മുടെ തരുൺ ചേട്ടനാണ്. നമ്മുടെ തുടരും മൂവിയൊക്കെ സംവിധാനം ചെയ്ത തരുൺ മൂർത്തി. ചേട്ടനോടും 2 ബൈറ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ചേട്ടനോടും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എന്നെ ഇന്നലെ കാണിച്ചു തന്നു ഇതിൻ്റെ ഒരു ഫോട്ടോ ഫിനിഷ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഫോട്ടോ ഫിനിഷ് തന്നെ പറയാൻ പറ്റില്ല. അപ്പം അതിങ്ങനെ എത്രത്തോളം വേദന ഉണ്ടെന്ന് നിങ്ങളിപ്പം പറയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും, കാരണം ഒരു മാസത്തെ ഒരു നാടിൻ്റെ ട്രോഫിക്ക് 30 ദിവസം ഏകദേശം എടുക്കുന്നത്. പക്ഷെ നമ്മളിതിൻ്റെ അധ്വാനം തുടങ്ങിയിട്ട് 6 മാസമായി. ഏറ്റവും മികച്ച ടീമിനെ ഇങ്ങനെ എല്ലാവരും ശ്രമിക്കുമല്ലോ.
പരമാവധി കൊണ്ടുവന്ന് എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ആത്മാർത്ഥമായ പ്രാർത്ഥന ആശംസകൾ ഫോട്ടോ ഫിനിഷ് പോലും വിട്ടുകൊടുക്കാണ്ട് വ്യക്തമായ രീതിയിൽ വ്യക്തമായിട്ട് കയറി നിങ്ങൾക്കെല്ലാം അറിയാം 2-3 ദിവസം നമ്മൾ ഈ ഒരു റിസോർട്ടിലായിരുന്നു. അതിന്റെ എല്ലാമായ ജോസിച്ചായനെ വളരെ സ്നേഹത്തോടെ 1-ാം തുഴ കൈമാറുവാനായിട്ട് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ എല്ലാം അഭിമാനമായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മോൻസ് കരിയമ്പള്ളി നമ്മുടെ ക്യാപ്റ്റൻ ഇടിയൻ കൈമാറുവാനായി പ്രത്യേകം ക്ഷണിക്കുന്നു. ബൈജു കുട്ടനാടിനെ വളരെ സ്നേഹത്തോടെ ജോയി ജോസഫ് കൊട്ടക്കാട് നമ്മുടെ ചമ്പക്കുളം വെള്ളത്തെ അതിയായി സ്നേഹിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടയാൾ അതിന്റെ ഫിസിൽ കൈമാറുവാനായിട്ട് ചമ്പക്കുളം വെള്ളത്തിന്റെ എല്ലാ ചടങ്ങുകളും ഏറ്റവും മനോഹരമായി തീർന്നിരിക്കുന്നു. കല്ലൂർക്കാട് പള്ളിയിൽ കുർബാനയ്ക്ക് പൈസ കൊടുത്തിരിക്കുന്നു. പടിപ്പുര ക്ഷേത്രത്തിൽ ഇന്ന് പൂജയ്ക്കുള്ള പൈസ കൊടുത്തിരിക്കുന്നു. ഗുരുദേവന്റെ എല്ലാ പരിപാടികളും തീർന്നിരിക്കുന്നു. തമ്പുരാൻ എല്ലാവിധ ഐശ്വര്യത്തോടുകൂടി ഞങ്ങളുടെ ചമ്പക്കുളം ചുണ്ടനെ നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. വിജയം സുനിശ്ചിതം. ആ ചുമന്ന ടീഷർട്ട് ഇട്ടിരിക്കുന്ന ആളാണ് ബിഫി അച്ചായൻ. അച്ചായനാണ് ഈ പ്രാവശ്യം വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരിയുടെയും വീപുരം ചുണ്ടനെയും നെയർ ട്രോഫിയിലേക്ക് നയിക്കുന്നത്. അല്ല, എനിക്ക് തെളിവ് വേണം. നിങ്ങൾ പറയുന്നതെല്ലാം തെളിവ് വേണം. ഇല്ല, സെൽഫി എടുക്കാം. സെൽഫി വെറുതെ രാജുവേട്ട അനക്കുന്ന അങ്ങനെ ടീം തയ്യാറായി ട്രാക്കിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് കുത്തിത്തുഴഞ്ഞ് കുറച്ച് ദൂരം വേണം ട്രാക്കിലേക്ക് ചെല്ലാൻ വേണ്ടി. അപ്പോൾ ചെറിയൊരു വാമപ്പും ആവും. പിന്നുള്ളത് ട്രാക്ക് എൻട്രിയാണ്. അതിൻ്റെ വീഡിയോ കിട്ടുമോ ഇല്ലെന്നൊന്നും അറിയത്തൊന്നുമില്ല. ജസ്റ്റ് ട്രൈ ചെയ്യാം.
അങ്ങനെ ട്രാക്ക് എൻട്രി കഴിഞ്ഞ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ട്രാക്ക് എൻട്രിയുടെ വീഡിയോ നല്ലപോലെ എടുക്കാൻ സാധിച്ചില്ല. ഇനിയിപ്പം ഇവിടുത്തെ കാഴ്ചകളും മറ്റു കാര്യങ്ങളിലേക്കും പോകും. ഈ ജനങ്ങളുടെ തിരക്ക് കാണാൻ നേരത്ത് മനസ്സിലാകും ദേശീയ പണിമുടക്കൊക്കെ ഈ ജലോത്സവ മേളയിൽ മുങ്ങിപ്പോയെന്നുള്ളത്. അമ്മാതിരി തിരക്ക്. ഈ വർഷത്തെ ആദ്യത്തെ ജലോത്സവവും അതുതന്നെയല്ല, എല്ലാവരും നല്ല രീതിയിൽ മത്സരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് കൊണ്ടും മത്സരങ്ങൾ തീപാറുമെന്നോ യാതൊരു സംശയവും വേണ്ട. അതുതന്നെയാണ് ഈ ജനങ്ങളുടെ കൂട്ടത്തിനുള്ള കാരണവും. ട്രാക്കിൽ കിടക്കുന്ന ചെറുവള്ളങ്ങളും ബോട്ടുകളും അടിയന്തരമായി തന്നെ മാറ്റേണ്ടതാണ്. ട്രാക്കിനകത്തുള്ള ചെറുവള്ളങ്ങൾ അങ്ങനെ ഫസ്റ്റ് ഹീറ്റ്സിൽ നടുഭാഗം ചുണ്ടനെ തോൽപ്പിച്ച് ചെറുതനച്ചുണ്ടൻ വിന്നറായി. രണ്ടാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്നത് ചമ്പക്കുളവും ആയാപ്പുറവും പാണ്ഡ്യയും തമ്മിലാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ടും രണ്ടാമത്തെ ഹീറ്റ്സിലെ വള്ളങ്ങളെ കാണുന്നില്ല. അപ്പോഴാണ് മൊബൈൽ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഹെലിക്യാം ദൃശ്യങ്ങൾ കാണുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് കടമെടുത്തതാണ്. ഇതിനെതിരെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ രണ്ടാം ഹിറ്റ്സിൽ നടന്ന ഒരു കാര്യം, അതായത് പ്രമോദ് വെളിയനാട് ചേട്ടൻ പറഞ്ഞ കണക്ക് ഉമ്മ വെച്ച് കളിക്കാനും അതേപോലെ ലിപ് ലോക്ക് ചെയ്യാനും വേണ്ടിയല്ല വള്ളംകളി. ഇന്ന് ദേശീയ പണിമുടക്കായിട്ട് പോലും വള്ളംകളിയോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് അവിടെ കൂടിയ അത്രയും ജനങ്ങൾ, ഏകദേശം ഒരു 10,000 കണക്കിന് ജനങ്ങൾ, അത് വള്ളംകളിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ ദേശീയ പണിമുടക്കായിട്ട് പോലും ആ വള്ളംകളി കാണാൻ വേണ്ടി എത്തുന്നത്. ഇങ്ങനെയുള്ള നീച പ്രവൃത്തികൾ, അതായത് വള്ളംകളി എന്നുള്ള ഒരു സ്പോർട്സിനെ കളങ്കപ്പെടുത്തുന്നത് ആരായാലും അവർക്കുള്ള ശിക്ഷ NDBRO അല്ലെങ്കിൽ വള്ളംകളി സമിതി സംഘാടകരോ നൽകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ ഞാൻ. ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ക്ലബ്ബ്, വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ക്ലബ്ബ്, വള്ളംകളി എന്ന് പറയാൻ നേരത്തും ആദ്യമേ ഓർമ്മയിലെത്തുന്ന ഒരു ക്ലബ്ബ്. പക്ഷേ ആ ക്ലബിൻ്റെ ഭാഗത്ത് നിന്നും ഇത്ര മോശമായ പ്രവൃത്തി ഇത് ഇന്ന് മാത്രം ഉണ്ടായതല്ല. 2024 KTBCയിൽ തുഴഞ്ഞപ്പോഴും UBC കൈനേരി ഈ ആയാപ്പുറം പാണ്ഡ്യയിൽ തന്നെ ഒട്ടിക്കുകയുണ്ടായി. അന്ന് വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരിനെയും PBCനെയും രണ്ടാമത് തുഴയിപ്പിച്ച സംഘാടകർ UBCനെയും KTBCനെയും റീഹീറ്റ്സ് നടത്തിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരി 2 പ്രാവശ്യം ഹീറ്റ്സ് തുഴഞ്ഞതിന് ശേഷമാണ് മൂന്നാമത് തുഴഞ്ഞ് മൂലത്തിൽ കപ്പെടുക്കുന്നത്.
ആയപറമ്പ് വലിയ ദിവാഞ്ചിയിൽ ഇത്രയും നെറികെട്ട ഒരു കളി അത് ആര് കാണിച്ചു കഴിഞ്ഞാലും നെറികേടിന് നെറികേടെന്ന് തന്നെ പറയണം. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ തുടക്കത്തിൽ പറയുകയുണ്ടായിരുന്നു, ട്രാക്ക് തെറ്റി വരുന്നവരുടെ ഏത് വള്ളത്തിൻ്റെ ആണോ അവരുടെ ലീഡിംഗ് ക്യാപ്റ്റനും ഒന്നാം പങ്കായത്തിനും NDBR നിന്ന് വിലക്ക് നൽകുമെന്ന്. ഇതിനെക്കുറിച്ച് ഒരു ചർച്ചകളോ എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ വരും കാലങ്ങളിലെങ്കിലും മൂലം ജലോത്സവം എന്ന് പറയുന്നത് നല്ല അന്തസ്സായിട്ട് കളിക്കാൻ സാധിക്കുകയുള്ളൂ. ചെറിയ ചെറിയ ശിക്ഷകളുണ്ടെങ്കിൽ മാത്രമേ വരും കാലങ്ങളിലെങ്കിലും മൂലം ജലോത്സവം നല്ല രീതിയിൽ നടത്താൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അന്നും ട്രാക്കിൻ്റെ പേരും പറഞ്ഞ് വളവിൻ്റെ പേരും പറഞ്ഞ് ഇത്രയും ജനങ്ങളെ സാക്ഷിയാക്കി മണ്ടന്മാരാക്കി അന്നും പ്രമുഖ ക്ലബ്ബുകൾ വള്ളങ്ങൾ തമ്മി ഒട്ടിക്കും. കളി കാണാൻ വരുന്നവരും കാശ് മുടക്കി വരുന്നവരും സമയം ചെലവഴിക്കുന്നവരെല്ലാവരും മണ്ടന്മാരായി മാറും. അതിന് NDBR തക്കതായ ശിക്ഷ നടപ്പിലാക്കണമെന്ന് ഒരു വള്ളംകളി പ്രേമി എന്നുള്ള നിലയിൽ ഞാൻ അതിയേറെ ആഗ്രഹിക്കുന്നു. തുല്യം പിടിച്ചുകൊണ്ടുള്ള ഒരു പങ്കാളിത്തമായിരിക്കും. എന്തായാലും 3-ാം നമ്പർ വള്ളമായിട്ടുള്ള ആയാപറമ്പ് പാണ്ടി UBC കൈനഗിരി പത്മകുമാർ PR ക്യാപ്റ്റനായിട്ടുള്ള UBC കുട്ടനാട്ടുകാരന്റെ ഹൃദയവികാരമായ UBC തൊട്ടപ്പുറത്ത് ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന മോൻസ് കരിയമ്പള്ളി നയിക്കുന്ന ചമ്പക്കുളം വീണ്ടും അവരിങ്ങനെ ഇഞ്ചോടിഞ്ച് തൊട്ട് ഉരസ് ദേഹത്തോട് മുട്ടി ഉള്ള യാത്രയാണ്. ആ യാത്ര എങ്ങനെയായിരിക്കുന്നു ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ഇതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. പവർ പാണ്ടി ഒപ്പമെത്തുന്നു. പവർ പാണ്ടിയും ആ പായാപറമ്പ് പാണ്ടിയും ചമ്പക്കുളവും തമ്മിൽ പൊരിഞ്ഞു പോരാടുന്നു. ഇതാ തുഴപ്പാടുകള് അല്പം മുൻപിലേക്ക് ചമ്പക്കുളം, അതെ മോൻസ് കരിയമ്പള്ളി ചമ്പക്കുളത്തിന്റെ, അതെ ചമ്പക്കുളം ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം ചുണ്ടന് ഇതാ 2-ലൂടെ ഒന്നാമത്. അങ്ങനെ രണ്ടാമത്തെ ഹീറ്റ്സിൽ ചമ്പക്കുളം ചുണ്ടൻ വിജയിക്കുകയുണ്ടായി. തുഴഞ്ഞ് തോറ്റാൽ അതിന് മാന്യതയെന്ന് പറയേണ്ടതായിട്ട് വരും. നല്ല ഒരു ഗെയിം സ്പിരിറ്റോട് കൂടി പരസ്പരം കൈയടിച്ച് പിരിയും. ഉഡായിപ്പ് കാണിച്ച് തോറ്റുപോയാലോ? അതിൽ പരം നാണക്കേട് ഒരു ക്ലബിന് വരാനുണ്ടോ? എന്തായാലും ഈ ഒരു ഒട്ടിക്കലിനോട് കൂടി നമ്മുടെ കുറച്ച് തുഴച്ചിൽ പിള്ളേർക്ക് കുറച്ച് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചമ്പക്കുളത്ത് തുഴഞ്ഞ്. അപ്പം ഫൈനലിൽ അതിൽ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം. എങ്കിലും വിജയം ഉറപ്പിച്ച് മാത്രം മുന്നോട്ട് തന്നെ. ആത്മവിശ്വാസം അതല്ലേ എല്ലാം. കണ്ണുനീരോടെ ഞാൻ നോക്കി നിൽക്കും. രക്തധാരയ ചിന്തിയതെല്ലാം അവൻ വരുവേ. എന്റെ ദൈവം ആയാപറമ്പ് പാണ്ടിയും നടുഭാഗം ചുണ്ടനുമായിട്ടുള്ള ലൂസേഴ്സ് ഫൈനലാണ്. ഈ മത്സരത്തിൽ ചെറിയൊരു വ്യത്യാസത്തിൽ UBC കൈനേരി തുഴഞ്ഞ ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ ജയിക്കുകയുണ്ടായി.
ചുണ്ടൻ വള്ളങ്ങളെക്കാട്ടും ത്രില്ലടിപ്പിച്ച ഒരു മത്സരമായിരുന്നു വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരങ്ങൾ. അതിൽ KTBCയും NCDCയും കാരിച്ചാൽ ബോട്ട് ക്ലബ്ബും അതിമനോഹരമായിട്ട് പെർഫോം ചെയ്തു. ഒന്നിനൊന്ന് എല്ലാം മെച്ചം തന്നെ. അങ്ങനെ മൂലം ജലോത്സവത്തിൻ്റെ ഫൈനൽ നടന്നു. 3-ാം സ്ഥാനത്തെത്തിയത് ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചിയാണ്. 2-ാം സ്ഥാനത്തെത്തിയത് ചമ്പക്കുളം ചുണ്ടനും. രാജപ്രമുഖൻ ട്രോഫിയിൽ മുത്തമിട്ടത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തഴഞ്ഞ ചെറുതന പുത്തൻചുണ്ടനാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിനും ചെറുതന ചുണ്ടനും ഹൃദയത്തിൽ നിന്നും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ വീഡിയോസും കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ രേഖപ്പെടുത്തുക. വള്ളംകളിയും കുട്ടനാട്ടിലെ കാഴ്ചകളും എന്നെക്കൊണ്ടാവും വിധം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.